DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചികിത്സാ സഹായ പദ്ധതികളിലൊന്നും ഉൾപ്പെടാത്ത മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിന് വലിയ ആശ്വാസമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അംഗീകാരം നൽകിയതോടെ നിലവിൽ കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ് എന്നിവയ്ക്ക് പുറത്തുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കൂടി സൗജന്യ ചികിത്സാ വലയത്തിന് കീഴിലാവും. കാസ്പ് പദ്ധതിയിലൂടെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്ന 5 ലക്ഷം രൂപയുടെ പരിരക്ഷയ്ക്കും കാരുണ്യ ഫണ്ട് വഴിയുള്ള സഹായങ്ങൾക്കും പുറമെയാണ് ഈ പുതിയ ചുവടുവയ്പ്. അടുത്തറിയിപ്പ്, നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിനായി വോട്ടർമാർക്ക് പണമോ പാരിതോഷികങ്ങളോ മദ്യമോ മറ്റ് സാധന സാമഗ്രികളോ വിതരണം ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. ഇത് തടയുന്നതിന് ജില്ലയിലുടനീളം ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം എന്നിവയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അനധികൃതമായി പണമോ മറ്റ് സാമഗ്രികളോ കടത്തിക്കൊണ്ടു പോകുന്നത് തടയുവാൻ നടത്തുന്ന വാഹന പരിശോധനയിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും 50,000 രൂപയിൽ കൂടുതലുള്ള പണവുമായി യാത്ര ചെയ്യുന്നവർ രേഖകൾ കൂടി കരുതണമെന്നും നോഡൽ ഓഫീസർ അറിയിച്ചു. അടുത്തറിയിപ്പ്, രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഗ്യാസ് ബുക്കിംഗിന്റെ പേരിൽ തട്ടിപ്പ് വ്യാപകമാവുകയാണ്. സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് മുതലെടുത്താണ് തട്ടിപ്പ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അടുത്തറിയിപ്പ്, കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതാത് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യാൻ സർക്കാർ മുൻകൂട്ടി ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പിന് മുൻപായി ഗുണഭോക്താക്കളുടെ കൈകളിൽ തുക എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. ജനുവരി മാസത്തെ പെൻഷൻ മുടങ്ങിയ 16,746 പേർക്കുള്ള കുടിശ്ശിക തുകയും പ്രത്യേക ഉത്തരവിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഇത് അടുത്ത വിതരണത്തിനൊപ്പം അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ നൽകാൻ തീരുമാനിച്ചതോടെ മാർച്ച് 31 മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കും. ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് 2 തവണകളായും നേരിട്ട് വാങ്ങുന്നവർക്ക് 4,000 രൂപ ഒന്നിച്ച് ലഭിക്കാനുമാണ് സാധ്യത. കൂടാതെ വിധവ, അവിവാഹിത പെൻഷൻകാർ സമർപ്പിക്കേണ്ട നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ജൂൺ 30 വരെ നീട്ടിയിട്ടുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.